ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ വിശപ്പും ദാഹമൊക്കെ മാറാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. ഇത് ചൂടോട് കൂടി കഴിക്കാനും അതുപോലെ തന്നെ തണുപ്പിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി നമുക്ക് ആദ്യം ഒരു 1.5 കപ്പ് അവിലൊന്ന് വറുത്തെടുക്കണം. അവിൽ നല്ല പോലെ കയ്യിൽ വെച്ച് പൊടിച്ചാൽ പൊടിയുന്ന രൂപത്തിൽ വേണം വറുത്തെടുക്കാൻ. എന്നാൽ ഇതിൻ്റെ കളർ ഒട്ടും മാറാൻ പാടില്ല. അപ്പം നമ്മളങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കരിയാതിരിക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ അതിൽ നിന്ന് 1/4 കപ്പ് പാൽ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് നല്ല പോലെ ഒന്ന് കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ആക്കിയ ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ച പാലിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാലൊന്ന് ചൂടായി വരുന്ന ടൈമിലാണ് ഇത് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പൊടിയൊക്കെ കട്ട പിടിച്ച് പോവും. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 5 ടീസ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കട്ടോ. നമ്മളിതിൽ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ക്രീമി ആകുന്ന രൂപത്തിൽ ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഇളക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. വാനില എസൻസ് ആണെങ്കിൽ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ് ഇത് കിട്ടുക. ഒരു 4-5 മിനിറ്റ് ഇളക്കി കൊടുത്തപ്പോൾ നമ്മുടെ പാൽ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തിക്കാവാൻ നിൽക്കണ്ട. ഇതുപോലെ വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കായി കിട്ടും. അതുപോലെ തന്നെ ഇത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ പാട കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കോരിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തന്നെ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വേറെ ഏതെങ്കിലും ഞെടിച്ചുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിൽ സർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ പൊതിർന്ന് ടേസ്റ്റ് ഇല്ലാതാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക. സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വിശപ്പും ദാഹമൊക്കെ മാറാനും അതുപോലെ ക്ഷീണം മാറാനൊക്കെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം, ഇൻഷാ അല്ലാഹ്.